സഹകരണ മേഖലയിലെ അഴിമതി കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അതായത് 8 മാസം കൊണ്ട് 33 ലക്ഷം രൂപ എന്നുള്ളത് 45 ലക്ഷം രൂപയായി മാറിയിരിക്കുന്നു. സഹകരണ മേഖലയിലെ മറ്റൊരു വലിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ബാങ്കിന്റെ ചെയർമാനെ, സെക്രട്ടറി, മിനിസ്റ്റർമാരെ, പിണറായി വിജയൻ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. സാധാരണക്കാരന് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ 1.5 മാസം പോയിട്ട് അവരൊരു വർഷം കയറി ഇറങ്ങിയാലും സാധാരണ ലോൺ കൊടുക്കാറില്ല. നാളെ 18-ാം തീയതി ഈ വീട് ജപ്തി ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ഇവർ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ്. വിദ്യാഭ്യാസ ലോണുമായി ബന്ധപ്പെട്ട് 2019 എടുത്ത ലോണാണ് ഇന്ന് ഈ വീടിനെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവര് പറയും പിന്നെ അടുത്ത തവണ വരുമ്പോൾ ബുക്ക് വധിക്കാം, പിന്നെ സ്പീഡില്ല, നെറ്റിന് സ്പീഡില്ല, ടെക്നിക്കൽ എററാണ്, പിന്നെ കേരള ബാങ്കിലൊരു മൈഗ്രേഷൻ നടക്കുന്നതിന്റെ അപ്ഡേഷൻ നടക്കുവാണ് സിസ്റ്റം. ഞങ്ങളോട് മൊറട്ടോറിയം നീട്ടി തരുവാണെന്ന് പറഞ്ഞാണ് പേപ്പറുകൾ ഉൾപ്പെട്ട് മേടിച്ചത്. അപ്പൊ നിങ്ങൾ അടച്ച പൈസകളൊക്കെ ഇവിടെ ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ അതാണ് ബാങ്കിനോട് ചോദിക്കുന്നത്. ഞങ്ങളുടെ പൈസ എന്ത് ചെയ്യും?